നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. അവന് പുതിയ പാട്ട് പാടുവിൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തത ഉള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ അങ്ങേ പ്രകീർത്തിക്കാനും ആരാധിക്കാനും കൃപയാൽ ഈ ഭാഗ്യം നൽകിയതുകൊണ്ട് നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നയോളം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാമീപ്യം നൽകി വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിക്കുന്നുവല്ലോ. കാലവും ദേശവും നാടും വീടുകളും വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, ഞങ്ങളെ ഭദ്രമായി കാത്തുകൊള്ളണമേ. വിനയത്തോടെ ഞങ്ങൾ തൃപ്പാദത്തിലായിരിക്കുന്നു. ഞങ്ങളെ കടാക്ഷിക്കണമേ. ഈ ആരാധന അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഏകാഗ്രതയോടെ ഈ ആരാധനയിൽ പങ്കുചേരാനും ഓരോ പ്രാർത്ഥനകളിലും ഏകാഗ്രതയോടെ ഞങ്ങൾ പങ്കാളികളാകാനും നിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ആയിരിക്കാനും തിരുവചനം ഏറ്റെടുക്കാനും ആരാധനയുടെ നന്മയും അനുഗ്രഹവും പ്രാപിച്ച് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ സമർപ്പിതരായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. ക്രിസ്തു യേശു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 111 പാട്ട് പാടാം. വരിക സുരാധിപ പരമപര, നിൻ കരുണാസനം വഴിയായി സഭയിൽ. What
നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. 34 സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ. അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുവിൻ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് വിധേയപ്പെടുത്താം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ പ്രാർത്ഥനാ നിരതരാകുമ്പോൾ സാന്നിധ്യം തന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുന്നു. നമ്മുടെ കുറവുകളെ അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാമോ? സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. കുറവുകളെ മായ്ക്കണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ പുതുക്കണമേ. ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ ചെയ്തികൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലായിടങ്ങളിലും ലോകത്തിൻ്റെ തിന്മയും പ്രലോഭനവും നിറഞ്ഞിരിപ്പുണ്ട്. അവയെല്ലാം അതിജീവിക്കാനുള്ള ദൈവകൃപ ഏറ്റവും ബലഹീനരായി ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിന് ആരാധനക്രമം 9-ാം പുറത്തിലെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവൻ്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല.
ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും മഹാകാരുണ്യവാനുമായ നമ്മുടെ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. അനുദിനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതം എന്ന് ബൈബിൾ പറയുന്നു. സ്തോത്രയാഗം അർപ്പിക്കുവാൻ വേദപുസ്തകത്തിൽ ആഹ്വാനമുണ്ട്. നമുക്ക് ദൈവത്തെ നമ്മുടെ ഉള്ളു തുറന്ന്, നമ്മുടെ മനസ്സ് തുറന്ന്, നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് സ്തുതിക്കാമോ? ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കർത്താവിനെ സ്തുതിക്കാനും നന്ദി പറയാനും വകയുണ്ടോ? നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി ഭവിക്കും. ഹല്ലേലൂയ. സകലതയും നന്മയ്ക്കായി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് ആ വചനം മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക. അതുകൊണ്ട് നമ്മുടെ ഉള്ളു തുറന്ന് നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. മനോഹരമായ ഒരു പാട്ടിൻ്റെ 1-2 വരികൾ നന്ദി അർപ്പണത്തിൻ്റെ പാട്ടായിട്ട് നമുക്ക് പാടാം. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി, എന്നെ നല്ല ശിഷ്യനാക്കുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി, എൻ്റെ തോൽവികൾക്ക് നന്ദി, എൻ്റെ കണ്ണുനീരിന് നന്ദി. ഇവയെല്ലാം, എൻ്റെ ശോധനകളെല്ലാം ദൈവമേ നിൻ്റെ സാന്നിധ്യം അറിയാനിടയായി. ഉയർച്ചകൾ, താഴ്ചകൾ, ജീവൻ്റെ അനുഭവങ്ങൾ, മരണം, എല്ലാറ്റിലും നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനിടയായി. ദൈവമേ നന്ദി. നമുക്ക് ചേർന്ന് ഈ പാട്ട് ഒരുമിച്ച് നന്ദി അർപ്പണത്തിൻ്റെ പാട്ടായിട്ട് പാടാം. ശോധനയിൻ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. പ്രാർത്ഥന തുടരാം. എല്ലാ നന്മകൾക്കും കാരണഭൂതനായ ദൈവമേ, അങ്ങു ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്ന കർത്താവാകയാൽ സ്തോത്രം. തിരുസന്നിധിയിലായിരിക്കാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ആരാധിപ്പാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകിയല്ലോ. ഞങ്ങളുടെ സ്തോത്രയാഗങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ സകല നന്മകളാലും നിറയ്ക്കണമേ. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തെ അതിജീവിക്കാൻ ത്രാണിയും കരുത്തും ഞങ്ങൾക്ക് തരണമേ. ആത്മബലത്താൽ ഞങ്ങളെ നിറച്ച് അനുദിനം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തണമെന്ന്
ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് 86 പാട്ട് പാടാം. നല്ല ദേവനെ എന്നാരംഭിക്കുന്ന പാട്ട്, 86 പാട്ട്. ഇന്നത്തേക്കുള്ള വേദഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. യെശയ്യാവ് അധ്യായം 40, 25 മുതൽ തീർത്തും. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യം നിമിത്തം, അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്തതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് പറയാം.
ആരാധനക്രമം 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നു കൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാനും ദൈവത്തിന് മുമ്പാകെ നമ്മുടെ സങ്കടങ്ങളും വേദനകളും അഭയാചനകളും പകരുവാനും ദൈവം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങൾ നൽകിയിരിക്കുകയാണ്. എല്ലാവരും ഏകാഗ്രതയോടെ സ്തോത്രത്തോടെ നമ്മെ നിത്യം കേൾക്കുന്ന, നമ്മെ കാണുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, ലോകത്തെയും കാലത്തെയും നിയന്ത്രിക്കുന്ന നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ അഭയാചനകളെ നമുക്ക് ആത്മാർത്ഥമായി പകരാം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ രക്ഷകനു സ്തോത്രം, ഇന്നുമെന്നേക്കും. ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നുമെന്നേക്കും. സർവശക്തനും മഹാകാരുണ്യവാനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ ഭാരങ്ങളെ വഹിച്ച് അനുദിനം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ് അവിടെ നിന്നാകുന്നുവല്ലോ. ഈ ലോകത്ത് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അങ്ങയോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയുക? കർത്താവേ, ഭാരങ്ങളോടും പ്രയാസങ്ങളോടും നൊമ്പരങ്ങളോടും ഞങ്ങളുടെ ദേശത്തെ സംബന്ധിച്ച് ഭീതിതമായ സാഹചര്യങ്ങളോടും കൂടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുകയാണ്. മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഈ പാൻഡമിക് എന്നാണ് അവസാനിക്കുക ഞങ്ങൾക്കറിയില്ല. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളും കുറവുകളുമാണ് ഈ ഒരു ദുരിതത്തിന് കാരണമെന്ന് തിരിച്ചറിയുന്നുവെങ്കിലും അനുതാപത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ വരുമ്പോൾ ഞങ്ങളെ തൃക്കൺ പാർക്കണമേ, കടാക്ഷിക്കണമേ. അത്ഭുതകരമായി വിടുതലും ആശ്വാസവും ഞങ്ങൾക്ക് തരണമേ. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമേ. കർത്താവെ, പകർച്ചവ്യാധികൾ ആരെയും എപ്പോഴും എങ്ങനെയും ബാധിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങളുടെ സഭയിലെ അനേകർ രോഗപീഠകളാൽ വ്യാകുലപ്പെടുന്നു, ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു.
ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നു. ആശ്വാസപ്രദനെ അത്ഭുതകരമായി വിടുതലും ആശ്വാസവും സകലരുടെ മേലും കൃപയാൽ കർത്താവ് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ചും ആശുപത്രികളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യവും ആശ്വാസവും കർത്താവ് കൽപ്പിക്കണമേ. നാഥ, അനേക കുടുംബങ്ങൾ കൊറോണ ബാധിച്ച് ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. കർത്താവെ, പ്രിയ കുടുംബങ്ങൾ വേദനയിലും ഭാരത്തിലും സഹായങ്ങളില്ലാത്ത ഒരവസ്ഥയിലും കർത്താവെ മറ്റുള്ളവർക്ക് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയൊക്കെ ആയിരിക്കുമ്പോൾ ദൈവമേ, നീ ആശ്വാസപ്രദനായി കൂടെ ഇരുന്ന് വേഗത്തിൽ വിടുതലും ആശ്വാസവും നൽകി സമാധാനം നൽകി അവിടുത്തെ വലിയ നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും നാഥ, ലൈലാൻഡിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം ഈ കാലയളവിൽ അവിടുന്ന് നൽകി പരിപാലിക്കണമേ. വീഴാതെ വണ്ണം അവിടുന്ന് സൂക്ഷിക്കണമേ. ദൈവമായ തമ്പുരാനെ, ഇങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകർ ഞങ്ങളുടെ സഭയിലുണ്ട്. സുമനം ജസ്റ്റിസ് സാറിനെ കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവെ, ആ പ്രിയ കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായി കാത്തുകൊള്ളണമേ. ഡോറിസ് ആൻറ്റിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലും ആശ്വാസവും പ്രിയ മകൾക്ക് കർത്താവ് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാഥ, ഇങ്ങനെ ദുരിത സഞ്ചയങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവർ ശാന്ത പത്രോസ് ആൻറ്റിയെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയ കുടുംബവും വളരെയധികം വിഷമതകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആശ്വാസപ്രദനെ അങ്ങ് സൗഖ്യം നൽകണമേ. പൂർണ്ണ ആരോഗ്യം കർത്താവ് കൽപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ അറിവിൽപ്പെട്ടുമില്ലാതെയും ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയപ്പെട്ടിരിക്കുന്ന സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഷാൻറ്റീറോ എന്ന പ്രിയമകളെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതലും ആശ്വാസവും കർത്താവ് നൽകണമേ. നാഥ, ട്രീറ്റ്മെൻറ്റുകൾ ഫലിക്കാനും ചികിത്സാവിധികൾ ഫലം കണ്ടെത്തുവാനും സൗഖ്യത്തോടെ കാണപ്പെടുവാനും സ്വർഗത്തിലെ കർത്താവ് ഇടയാക്കണമേ. അവിടുത്തെ അത്ഭുതമാർന്ന തിരുക്കരം പ്രിയ മകളുടെ മേൽ കർത്താവ് പകരുമാറാകണമേ. നാഥ, ഞങ്ങളുടെ ബന്ധുക്കളായ പലരും, ഞങ്ങളുടെ അറിവിൽപ്പെട്ട പലരും, ഞങ്ങളുടെ സുഹൃത്തുക്കളായ പലരും ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു, ആശുപത്രികളിലായിരിക്കുന്നു. ദൈവം മനസ്സലിഞ്ഞ് സൗഖ്യം പകരണമേ. ഇസ്രായേൽ രോഗവ്യാധികളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് സ്വയം വെളിപ്പെടുത്തി ജനത്തിന് ആശ്വാസം നൽകിയവനെ, ഹല്ലേലൂയ, ഞങ്ങളോട് മനസ്സലിയണമേ. മരുഭൂമിയിൽ പാമ്പിൻ്റെ കടിയേറ്റ് ആയിരങ്ങൾ പിടങ്ങി മരിച്ചപ്പോൾ കർത്താവെ ഒരു ബദലൊരുക്കി ആ ജനത്തെ വീണ്ടെടുത്ത ദൈവമേ, കാൽവരിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. മനസ്സലിയണമേ. അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും നൽകണമേ. ഞങ്ങളുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. രോഗാധിക്യം കൊണ്ട് തളർന്നും തപ്തരായും പ്രിയമക്കളായിരിക്കുന്നു. നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവെ, സന്നദ്ധ പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തി അവരുടെ ശുശ്രൂഷകൾ നാടിനും ജനങ്ങൾക്കും നന്മയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഭരണത്തിലായിരിക്കുന്ന, ഭരണ സംവിധാനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ആർജവവും കർത്താവ് നൽകണമേ. നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അക്ഷീണം അധ്വാനിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നിങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്ത് നിന്ന് ഈ മഹാമാരി ഒഴിഞ്ഞു പോകുവാൻ അപ്പാ നീ മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഞങ്ങളോട് മനസ്സലിയണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് പരിരക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പല തലത്തിലും പല പ്രായത്തിലുമൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അകാല മരണങ്ങൾ എല്ലാറ്റിൽ നിന്നും ഞങ്ങളുടെ സഭയെ, കുടുംബങ്ങളെ, ദൈവജനത്തെ അപ്പാതി പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും നടുക്കുന്ന വാർത്തകൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ വിറങ്ങലിച്ചു പോകുന്നു. എന്തു ചെയ്യണമെന്നറിയില്ല.
കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിൽ തളർന്നു പോകാതെ തിരുമുഖത്തേക്ക് നോക്കുവാനും ബലപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും കർത്താവിടെ ആക്കണമേ എന്നിട്ട് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിന് സൗഖ്യം തരണമേ, സമാധാനം തരണമേ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ കൊച്ചുമക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, അവർ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുന്നു. മടുത്തു പോകാതെ അവർ സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കാൻ കർത്താവിടെ ആക്കണമേ. വിദേശത്തും വിദൂരങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയായിരുന്നാലും കർത്താവ് കൃപയുടെ കരങ്ങളിൽ അത്ഭുതകരമായി അവിടുന്ന് വഹിച്ചു വഴി നടത്തണമേ എന്നിട്ട് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു. സഭയുടെ ഓരോ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ ആരാധനകൾ, സന്ധ്യാരാധനകൾ എല്ലാം നീ അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങൾ പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ, ദൈവകൃപയിൽ ബലപ്പെടുവാൻ, അങ്ങ് നൽകുന്ന ആശ്വാസം കണ്ടെത്തുവാൻ, സമാധാനത്തിൽ ജീവിപ്പാൻ സകലരെയും കർത്താവ് ഒരുക്കണമേ. ഞങ്ങൾ ഓരോ ദിവസവും നല്ല വാർത്തകൾ പങ്കിടാനും ദൈവകൃപയിൽ ആനന്ദിക്കുവാനും ഈ ശോധനയുടെ നാളുകളിൽ പൊന്നുപോലെ പുറത്തു വരുവാനും ഞങ്ങളെ ആത്മീകമായി കർത്താവ് ശക്തീകരിക്കണമേ. അതിനായി ഞങ്ങളെ വിനയപ്പെടുത്തുകയാണ്, ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കുടുംബമായി തലമുറയായി കർത്താവിൻ്റെ അനുഗ്രഹം സകലരുടെ മേലും കർത്താവ് പകരണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. സഭയെ അറിയിക്കാനുള്ള 1-2 പരസ്യങ്ങൾ. ഒരു വിയോഗ വാർത്ത. നമ്മുടെ സഭാംഗമായ ശ്രീമതി ശാരദ കുട്ടപ്പൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിയ മാതാവിൻ്റെ വേദനയിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നാം ഏവരും അറിയുന്നത് പോലെ ഈ നാളുകളിൽ ഈ വ്യാധികൾ ഒഴിഞ്ഞു പോകുവോളം എല്ലാ സന്ധ്യകളിലും രാത്രി 8 മണി മുതൽ 8:30 വരെ അരമണിക്കൂർ നേരം നമ്മുടെ സൂം എന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു സന്ധ്യാരാധന ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നതിൽ പ്രത്യേക സന്തോഷം. എല്ലാവരും നിങ്ങൾക്ക് സമയവും സാഹചര്യവും അനുവദിക്കുന്ന ക്രമത്തിൽ എല്ലാവരും ഈ സന്ധ്യാരാധന, എല്ലാ കുടുംബങ്ങളും നമുക്ക് ലഭ്യമായ മുഖാന്തരങ്ങളിലൂടെ ഈ സന്ധ്യാരാധനയിൽ പങ്കുചേരണമെന്ന് ദൈവനാമത്തിൽ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ഭവനങ്ങളിൽ വളരെ സുരക്ഷിതരായി ആയിരിക്കുക. നമുക്കറിയാം, വളരെ ദുസ്സഹമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമൂഹിക സമ്പർക്കങ്ങൾ പരമാവധി കുറച്ച് ഭവനങ്ങളിൽ തന്നെ പ്രാർത്ഥനയോടെ, കൂടുതൽ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കുക, സുരക്ഷിതരായിട്ട് ആയിരിക്കുക. സ്റ്റേ സേഫ് എന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ വളരെ സേഫായിട്ട് നിങ്ങളായിരിക്കുക എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് 70-ാമത്തെ പാട്ട് പാടാം. വചനകേൾവിക്ക് മുന്നോടിയായിട്ട് വീശുക ദൈവാത്മാവേ എന്ന പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിൻ രക്തത്താൽ ദാസന്മാർക്കവകാശമായി
നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൻ്റെ നാഥനായ ദൈവമേ, അവിടുന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവാകുന്നുവല്ലോ. നിന്റെ വചനം ഈ ദുർഘട നാളുകളിൽ ഞങ്ങളുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി മാറട്ടെ. ദൈവമേ, നിന്റെ വചനം നൽകി നിന്റെ ജനത്തെ ആശ്വസിപ്പിക്കണമേ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. വചനം സംസാരിക്കുന്ന ഏറ്റവും ബലഹീനനായ അടിയനെയും നിന്റെ വചനത്തിനായി കാതോർക്കുന്ന അവിടുത്തെ ജനത്തെയും ഒരുപോലെ ആശീർവദിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നു. തിരുശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2008, 2009 കാലഘട്ടത്തിൽ ബ്രിട്ടനിലെ ബസ്സുകളിലൊക്കെ എഴുതപ്പെട്ട ഒരു സ്ലോഗൻ ഇങ്ങനെയാണ്: There is probably no God. Now stop worrying and enjoy your life. ഒരു ദൈവമുണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് ദുഃഖിക്കുന്നത് മതിയാക്കൂ, ജീവിതം ആസ്വദിക്കൂ. ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികളും താത്വികന്മാരുമെല്ലാം ഈ സ്ലോഗൻ ആവേശത്തോടെ ഏറ്റെടുത്തു. യുവത അത് ഏറ്റുപാടി. പക്ഷേ ജീവിതത്തിൽ ദൈവമെന്ന സനാതന സത്യത്തെ ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് കാലവും മനുഷ്യരും തിരിച്ചറിഞ്ഞു. ലോകത്തിൽ പല കാലഘട്ടങ്ങളിലായി അസാധാരണമായ പ്രതിസന്ധികളും ജീവിത ക്ലേശങ്ങളും ജനതയെയും കുടുംബങ്ങളെയും ആഞ്ഞടിച്ചപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വിചാരങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉടലെടുത്ത് വന്നിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് രണ്ടാമത്തെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിലൂടെ ചെയ്യുന്നത്. നാം മനസ്സിലാക്കുന്നത് പോലെ യെശയ്യാവ് 3 പ്രവാചകന്മാരാണ്. അതിൽ രണ്ടാമത്തെ പ്രവാചകൻ്റെ പ്രവചന കാലഘട്ടത്തിൽ വിരചിതമായതാണ് യെശയ്യാവ് 40-ാം അധ്യായം. നാം ഇന്ന് വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഉയർകൊണ്ട തിരുവചനമാണ്. ബാബിലോണിൻ്റെ കയ്യാൽ യഹൂദ തകർന്നടിഞ്ഞു. ബാബിലോണ്യ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു പോവുകയാണ്. യെരുശലേം തകർക്കപ്പെട്ടു, ദൈവാലയം തകർക്കപ്പെട്ടു, യഹൂദാ ജനത്തിൻ്റെ പ്രമുഖർ ബന്ധികളാക്കപ്പെട്ടു, ദൈവജനം ശിഥിലമാക്കപ്പെട്ടു. യഹോവയുടെ സുരക്ഷിതത്വം എല്ലാ കാലത്തും തൻ്റെ ജനത്തിനുണ്ടാകും എന്ന് നിസ്സംശയം വിശ്വസിച്ചിരുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ പ്രതിസന്ധി ഉൾക്കൊള്ളാനാകാത്ത വിധം വളരെ ശ്രമകരമായ, വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ജനവും നാടും തങ്ങളുടെ പട്ടണവും ദൈവാലയവും മതജീവിതവും എല്ലാം തകർക്കപ്പെട്ടു എന്ന ഷോക്കിംഗ് റിയാലിറ്റിയുടെ മുൻപിൽ അവർ വിറങ്ങലിച്ച് നിന്നു. ഈ ഷോക്കിംഗ് റിയാലിറ്റി പോസ്റ്റ് എ ഗ്രേവ് തിയോളജിക്കൽ ക്വസ്റ്റ്യൻ. ഈ നടുക്കുന്ന അനുഭവങ്ങൾ ഗുരുതരമായ ഒരു ദൈവശാസ്ത്ര ചോദ്യം ഉയർത്തി. ആ ചോദ്യം ഇതാണ്: ഇസ്രായേലിൻ്റെ ദൈവം ബാബിലോണ്യ ദേവനായ മാർദുക്കിനേക്കാൾ കുറഞ്ഞവനാണോ, ശക്തി ക്ഷയിച്ചവനാണോ? ഇസ്രായേലിൻ്റെ ദൈവം ബാബിലോണ്യ ദേവനായ മാർദുക്കിനേക്കാൾ കുറഞ്ഞവനാണോ, ശക്തി ക്ഷയിച്ചവനാണോ? ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണ് യെശയ്യാവ് 40. നമ്മുടെ ചുറ്റും നടക്കുന്ന സങ്കടകരമായ കാര്യങ്ങളും അകാലത്തിലെ വിയോഗങ്ങളും ധാരാളം പ്രതിസന്ധികളും നമ്മുടെ ഉള്ളിലും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഡൗട്ട്സ് ആൻഡ് ഡെസ്പയർ, സംശയങ്ങളും നിരാശകളും ഒരുപാട് ദൈവിക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനത്തെ ഉദ്ബോധിപ്പിക്കാൻ പ്രവാചകനായ യെശയ്യാവ് പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, പ്രിയ ദൈവജനമേ,
നിങ്ങൾ സത്യദൈവത്തെ അറിയുക. 2, ദൈവത്തെ അനുഭവിക്കുക. സത്യദൈവത്തെ അറിയുക, ദൈവത്തെ അനുഭവിക്കുക. ഒന്നാമതായി പ്രവാചകൻ പറയുന്നത് നിങ്ങൾ സത്യദൈവത്തെ അറിയണം. ഈ ദൈവം ആരാണ് എന്ന് യെശയ്യാവ് 40:25 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ 3 കുഞ്ഞു വാക്കുകൾ പ്രവാചകൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ദൈവം സ്രഷ്ടാവാണ്. ഈ പ്രപഞ്ചത്തെ ചമച്ചുണ്ടാക്കിയവൻ. യെശയ്യാവ് 40:26 ദൈവം സൃഷ്ടാവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദർശനം ജനത്തിന് നൽകിയത്? ഒരുപക്ഷെ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാവശ്യം ദൈവം, നിന്റെ ദൈവം സൃഷ്ടാവാണ്, പ്രപഞ്ചത്തെ ചമച്ചുണ്ടാക്കിയവനാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന പ്രവാചകൻ യെശയ്യാവ് മാത്രമാണ്. ദിസ് യൂണിവേഴ്സ് ഈസ് സോ കോംപ്ലെക്സ്. The only logical explanation is that God created it. ഇതാണ് പ്രവാചകൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ പ്രപഞ്ചം അതീവ സങ്കീർണമാണ്. ഒരുപാട് കാര്യങ്ങൾ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു നിഗൂഢതയാണ് ഈ പ്രപഞ്ചം. The only logical explanation is that God created it. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചമച്ചുണ്ടാക്കിയത്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, കണ്ണു തുറന്നു നോക്കൂ, ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കാണൂ. ഇത് ഉണ്ടാക്കിയതാരാണ്? നിർമ്മിച്ചതാരാണ്? സത്യദൈവം, നിന്റെ ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ ചമച്ചുണ്ടാക്കിയവനാണ് നിന്റെ ദൈവം. രണ്ടാമതായി ഇവിടെ പറയുന്നത് യഹോവ നിത്യ ദൈവം. യെശയ്യാവ് 40:28 എവർലാസ്റ്റിംഗ് ഗാഡ്. എന്താണ് ഈ പ്രസ്താവനയുടെ അർത്ഥം? God's sovereignty extends over all things and events in this world. ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും, എല്ലാ സംഭവങ്ങളിലും ദൈവത്തിൻ്റെ മേൽക്കൊയ്മയുണ്ട്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മൂന്നാമതായി യെശയ്യാവ് 40:28 ഈ ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവും ബുദ്ധിയും അപ്രമേയമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ പറയുന്നു, God meticulously intervenes in the history of this world. അതീവ ശ്രദ്ധയോടെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെടുന്നവനാണ് ദൈവം. ദൈവം ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. അതുകൊണ്ട് ഈ ലോകത്തെ ചമച്ചുണ്ടാക്കിയിട്ട് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നൊരു ദൈവമല്ല നാം ആരാധിക്കുന്നത്. ഈ കാലത്തിലും ലോകത്തിലും പ്രപഞ്ചത്തിലും ചരിത്രത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. ദൈവം അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ബലഹീനരുടെ പക്ഷം നിന്ന് നീതി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നവരാണ്. ദൈവം, സത്യദൈവം എങ്ങനെയാണ് എന്ന് വരികിൽ, ദൈവം സ്രഷ്ടാവാണ്, അവൻ എവർലാസ്റ്റിംഗ് ഗോഡാണ്, അവൻ്റെ അറിവ് അപ്രമേയമാണ്. അങ്ങനെയാണ് എങ്കിൽ യെശയ്യാവ് 40:27 പറയുന്നു, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു എന്നും എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ പോകുന്നു എന്നും ദൈവജനമേ നിങ്ങൾ പറയുന്നത് എങ്ങനെ? എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ദൈവം എന്നെ കാണുന്നില്ല, ഈ വേദന അറിയുന്നില്ല, എൻ്റെ ന്യായം കേൾക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവ് സകലതും അറിയുന്നു. മറ്റൊരർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ച് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇവിടെ ഉയർത്തപ്പെടുന്ന പ്രസക്തമായൊരു ചോദ്യം ഇതാണ്: Why doesn't God do something about evil in the world? Why doesn't God do something about the evil in the world? ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന തിന്മയെ പ്രതിരോധിക്കാൻ ദൈവം എന്തെങ്കിലും ചെയ്യാത്തതെന്തേ? ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കാത്തതെന്തേ? കൊറോണ, സുനാമി, കെടുതികൾ, ഭൂകമ്പം, അകാല മൃത്യുകൾ, ഇങ്ങനെ ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ തിന്മയെ പ്രതിരോധിക്കാൻ ദൈവം എന്തെങ്കിലും ചെയ്യാത്തതെന്തേ? പ്രിയമുള്ളവരെ, ഒറ്റ ഉത്തരം വി ഡോണ്ട് നോ. നമുക്കതിൻ്റെ മാർമികമായ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ നമ്മളത് പറയുമ്പോൾ ഇങ്ങനെ സംക്ഷേപിക്കാം: we do not know all the reasons why God permits evil.
ദൈവം എന്തുകൊണ്ട് തിന്മ അനുവദിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല, സത്യമാണ്. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, ഗാഡ് ഈസ് നോട്ട് ദി കോസ് ഓഫ് ഈവിൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ തിന്മയ്ക്ക് കാരണം ദൈവമല്ല. അത് നിസ്തർക്കമാണ്, അത് നമുക്ക് സത്യമായി അറിയാം. We do not know all the reasons why God permits evil in this world, but God is not the cause of the evil എന്ന് നമുക്ക് സത്യമായിട്ടറിയാം. പിന്നെ എന്താണ് ഈ തിന്മ? എന്തുകൊണ്ടാണ് ഇത്രയും ദുരിതവും കഷ്ടപ്പാടും നമ്മുടെ ബുദ്ധിക്കതീതമായ പ്രതിസന്ധികളും? പ്രിയമുള്ളവരെ, പാപരഹിതമായ ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചപ്പോൾ പാപരഹിതമായിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. പാപരഹിതമായൊരു ലോകത്ത് പാപത്തെ കൊണ്ടുവന്നത് ആരാണ്? മനുഷ്യർ തന്നെയാണ്. മനുഷ്യൻ്റെ ധൂർത്ത്, മനുഷ്യൻ്റെ ആസക്തി, മനുഷ്യൻ്റെ വിദ്വേഷം എല്ലാം പിടിച്ചടക്കാനുള്ള അടങ്ങാത്ത ത്വര, ഇങ്ങനെ പോകുന്നു തിന്മയുടെ ആ പട്ടിക. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന എല്ലാ തിന്മകളും മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ്, മനുഷ്യൻ്റെ തിന്മയിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കുക. ദൈവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ദൈവം സനാതനമായ നന്മയാണ്, ദൈവം പരിശുദ്ധനാണ്, അവനിൽ പാപമൊട്ടുമേയില്ല. അതുകൊണ്ട് ദൈവമല്ല തിന്മയ്ക്ക് കാരണം, മനുഷ്യനാണ് തിന്മയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കുക. ഇതാണ് പ്രവാചകൻ പറയാൻ ശ്രമിക്കുന്നത്. ഒരു ചോദ്യം, ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് തിന്മ മുഴുവനും എലിമിനേറ്റ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ദൈവം തീരുമാനിക്കുകയാണ് എന്ന് കരുതുക. ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് തിന്മ മുഴുവനും അങ്ങ് എലിമിനേറ്റ് ചെയ്യാൻ ദൈവം തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചാൽ ഈ ലോകത്ത് എത്ര മനുഷ്യർ അവശേഷിക്കും? അങ്ങനെ ദൈവം ഒരു ദിവസം തീരുമാനിച്ചാൽ ഈ ലോകത്ത് എത്ര മനുഷ്യർ അവശേഷിക്കും? അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം കുറച്ചു കാലത്തേക്ക് ഈ തിന്മ ലോകത്തിൽ പെർമിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവിധ തിന്മകളോടുകൂടി ഞാനെന്ന വ്യക്തി ഈ ലോകത്തിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ, ഒരുപാട് തിന്മകൾ അടക്കം ചെയ്യപ്പെട്ട എന്നെ ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം ഇന്നും പെർമിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ തിന്മ വാഴാൻ ദൈവം പെർമിറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ എനിക്കർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 130 അധ്യായം 3 വാക്യത്തിൽ പ്രസക്തമായൊരു പ്രാർത്ഥനയുണ്ട്. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? നീ ഞങ്ങളിലൂടെ കടന്നു പോകുന്ന, ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന തിന്മകളെയൊക്കെ നീ കണക്കാക്കിയാൽ പരിശുദ്ധനായ നിന്റെ സന്നിധിയിൽ ആർക്ക് നിൽക്കാൻ കഴിയും? ഈ ചോദ്യത്തിന് ഉത്തരം വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 22-23 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും പുതിയത്. അവൻ്റെ വിശ്വസ്തത എന്നും വലിയതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ അത്യാർത്തിയും ആസക്തികളും തന്നെയാണ് ഈ തിന്മകൾക്ക് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാനസാന്തരം നമുക്കാണ് ഉണ്ടാകേണ്ടത്. ഒരുപാട് മാനസാന്തരത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ആവശ്യമുണ്ട് എന്ന് ദൈവം അലറി പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് വിരോധാഭാസങ്ങൾ ഈ ലോകത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ഓരോ വർഷവും ബെസ്റ്റ് സെല്ലർ ബുക്സിൻ്റെ പട്ടിക നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിൽ ഈ ഡയറ്റിങ്ങിനെ കുറിച്ചുള്ള 1-2 പുസ്തകങ്ങളുണ്ടാകും. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ പട്ടികയിൽ ഡയറ്റിങ്ങിനെ കുറിച്ചുള്ള 1-2 പുസ്തകങ്ങളെങ്കിലും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ദശലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലായിരിക്കുന്ന ഒരു ലോകത്ത് ഡയറ്റിങ്ങിനെ കുറിച്ചുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമല്ലേ? ഒരു ഐറണിയാണ്, ഒരു വിരോധാഭാസമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ചൂഴ്ന്നു നിൽക്കുന്ന തിന്മയുടെ ഒരു ദൃശ്യം തന്നെയാണ് ഈ വിരോധാഭാസം. തിന്മ ഒരു യാഥാർത്ഥ്യമാണ്. തിന്മയെ ഇല്ലാതാക്കുക തന്നെയാണ് ദൈവോദ്ദേശം.
പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെയാണ് ദൈവപുത്രൻ വന്നത് എന്ന് 1 യോഹന്നാൻ 3:8. തിന്മയെ നിഷ്കാസിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവോദ്ദേശം. എന്നാൽ നമ്മൾ ഇന്നും ജീവിക്കുന്നു, തിന്മ കുറേയൊക്കെ നിലനിൽക്കുന്നു. അതിന് കാരണം ദൈവത്തിൻ്റെ കരുണ വറ്റിപ്പോയിട്ടില്ല, അവൻ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. ഇവിടെ ഒരു പ്രസക്തമായൊരു ചോദ്യം കൂടെയുണ്ട്. ദൈവമേ, എന്നിലെ തിന്മയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നീ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവമേ, എന്നിലെ തിന്മയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ എന്നെ സഹായിക്കണമേ, നിന്റെ ഉപകരണമായി എന്നെ മാറ്റണമേ എന്ന് നമ്മൾ ആരെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുക, സത്യദൈവത്തെ അറിയുക, ഇത് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായി പ്രവാചകൻ ഇവിടെ പറയുന്നൊരു വസ്തുത, ദൈവത്തെ അറിയുക, 2 ദൈവത്തെ അനുഭവിക്കുക. ദൈവത്തെ അനുഭവിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ ദൈവത്തെ അറിഞ്ഞ് വിധേയപ്പെടുന്നവർക്ക് അവൻ ശക്തി നൽകുന്ന ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നവൻ, ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരികൾക്കല്ല, വിധേയപ്പെടുന്നവരെ ഉയർത്തുന്ന ദൈവം. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു തിരുവചനം പറഞ്ഞാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അതിങ്ങനെയാണ്: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പറയാം: there is no substitute for a personal walk with God. വ്യക്തിപരമായി ദൈവത്തോടൊപ്പം നടക്കുക എന്നുള്ളതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. നമ്മൾ തിരിച്ചറിയണം. there is no substitute. There is no substitute for a personal walk with God. ദൈവത്തോടൊപ്പം നടക്കുക, ദൈവത്തോടൊപ്പം ആയിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുക, ദൈവത്തെ അനുഭവിക്കുക. ദൈവത്തെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. God is not an object to be studied or analyzed. പഠിക്കാനുള്ള ഒരു വസ്തുവല്ല ദൈവം. പിന്നെ എന്താണ്? God is your father. Experience his love. ദൈവം നമ്മുടെ പഠന വസ്തുവല്ല. പിന്നെ അവിടുന്ന് നിന്റെ അപ്പനാണ്. അവൻ്റെ സ്നേഹം അനുഭവിക്കുക. ഇതാണ് പ്രവാചകൻ പറയുന്നത്. പഠിക്കാനുള്ള, അനലൈസ് ചെയ്യാനുള്ളൊരു വസ്തുവല്ല ദൈവം, നിന്റെ അപ്പനാണ്. അവൻ്റെ സ്നേഹം നീ അനുഭവിക്കുക. അതുകൊണ്ട് those who wait for God will renew their strength. കഷ്ടതകൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക തന്നെ ചെയ്യും. ശക്തിയെ പുതുക്കുക തന്നെ ചെയ്യും. ഇവിടെ പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ടൊരു പക്ഷിയാണ് ഈ കഴുകൻ. കഴുകനെക്കുറിച്ച് പല വിവരണങ്ങൾ പല ഭാഗങ്ങളിലുണ്ട്. എന്തുകൊണ്ടാണ് കഴുകൻ ഇത്ര പ്രാധാന്യം? കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി കൂട് നിർമ്മിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് കുറേ മുള്ളുകൾ പാകും. അതിനുശേഷം കൂർത്ത കല്ലുകളും കൂർത്ത കമ്പുകളുമൊക്കെ അവിടെ ഇടും. അതിൻ്റെ മുകളിൽ പാകും. പിന്നീട് അതിൻ്റെ മുകളിൽ പങ്ങിയും കമ്പിളി നാരും പാകും. അതിൻ്റെ മുകളിൽ കൊച്ചു കൊച്ചു തൂവലുകളെ അത് വിരിക്കും. എന്നിട്ടാണ് കഴുകൻ മുട്ടയിടുന്നത്. മുട്ടയിടുന്നു, മുട്ട വിരിയുന്നു, കഴുകൻ കുഞ്ഞുങ്ങൾ പിറക്കുന്നു. കഴുകൻ കുഞ്ഞുങ്ങൾ ആദ്യം പിറക്കുന്നത് പങ്ങിയുടെയും തൂവലുകളുടെയും പ്രതലത്തിലാണ്, സുഖകരമായ ഒരു പ്രതലത്തിലാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിറക് മുളച്ച് അതിൻ്റെ ചിറകുകൾക്ക് ബലം ഉണ്ടാകുന്നു എന്ന് കഴുകൻ കാണുമ്പോൾ അത് ചെയ്യുന്നത് ആ കൂടിൻ്റെ ഉള്ളിലെ സുഖകരമായ പ്രതലങ്ങളെ, തൂവലിനെയും പങ്ങിയെയും കമ്പിളി നാരുകളെയും അത് കൊത്തിപ്പറിച്ച് ദൂരെ കളയും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ അടിയിൽ പാകപ്പെട്ടിരിക്കുന്ന മുള്ളുകൾ ഈ കഴുകൻ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കുത്തും. ഒടുവിൽ കഴുകൻ കൂടനക്കുമ്പോൾ ആ കൂട് കഴുകൻ കുഞ്ഞുങ്ങൾക്ക് വാസയോഗ്യമല്ലാതാകും. അങ്ങനെ വരുമ്പോൾ
അത് പുറത്തേക്ക് പോകും. ഉയരങ്ങളിലാണ് കൂട് അതുണ്ടാക്കുന്നത്. അത് പുറത്തേക്ക് ചാടുമ്പോൾ അതിന് പറന്നേ പറ്റൂ. പറക്കാൻ പരിശീലിപ്പിക്കും. ഒരു കഴുകൻ, അമ്മ കഴുകൻ ഒരു പരിശീലകയുടെ വേഷം ധരിച്ച് പരിശീലകയുടെ റോൾ എടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പതുക്കെ പതുക്കെ പറക്കാൻ പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കംഫോർട്ട് സോൺസ് നമ്മുടെ ആത്യന്തിക നന്മയ്ക്ക് തടസ്സമാകുമ്പോൾ നമ്മുടെ പരിപാലകനും പരിശീലകനുമായ ദൈവം അതിനെ പതുക്കെ ഇളക്കും. ജീവിതത്തിൻ്റെ സുഖമുള്ള പ്രതലങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തീർത്തും അസ്വസ്ഥരാകും. എന്നാൽ ഇത് നമ്മുടെ ചിറകുകളുടെ ശക്തിയെ തിരിച്ചറിയാനാണ് എന്ന് കർത്താവിനറിയാം. ചിറകുകളുടെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കാനാണ്. നിന്നോളം വലിപ്പമുള്ള കൂട് നഷ്ടപ്പെടുമ്പോൾ അതിരുകളില്ലാത്ത ആകാശം നീ സ്വന്തമാക്കും. അതിനു വേണ്ടിയാണ് കൂടണക്കി കഴുകൻ കുഞ്ഞുങ്ങളെ കൂട്ടിന് പുറത്താക്കുന്നത്. ബൈബിൾ പറയുന്നു, കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ പറന്നു കയറും. ഇങ്ങനെ ഈ കഴുകൻ കുഞ്ഞുങ്ങൾ വേദനയുടെ ഭാരത്തിൽ പറക്കാൻ പഠിക്കുമ്പോൾ, അതിന് ചിറകുകൾക്ക് ശക്തി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? മഴമേഘങ്ങൾ കൊണ്ട് പ്രകൃതി നിറയുമ്പോൾ എല്ലാ പക്ഷികളും കൂടണയും, അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിത സങ്കേതങ്ങളിൽ പോയി ഒളിച്ചിരിക്കും. കാര്യം, മഴയത്ത് പറക്കാൻ പക്ഷികൾക്ക് കഴിയത്തില്ല. തൻ്റെ തൂവലുകളിൽ വെള്ളം വരും, അതിൻ്റെ ഭാരം കൊണ്ട് ഈസിയായിട്ട് പറക്കാൻ പറ്റത്തില്ല. എന്നാൽ കഴുകൻ മാത്രം പറക്കും. എന്തുകൊണ്ടെന്നറിയാമോ? അത് മഴമേഘങ്ങൾക്ക് മുകളിൽ പറക്കും, സാഹചര്യങ്ങൾക്ക് മുകളിൽ പറക്കും, ഉന്നതികളിൽ പറക്കും. മഴമേഘം എന്ന ദുസ്സഹമായ സാഹചര്യത്തെ, മഴ എന്ന ദുസ്സഹമായ സാഹചര്യം കഴുകനെ കീഴടക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ ക്ഷീണിച്ചു പോകുകയില്ല. കർത്താവിനോടൊപ്പം ഓടും, നടക്കും. ജീവിതമാകുന്ന റേസ് വിജയകരമായി അവർ പൂർത്തിയാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ദൈവത്തെ അറിയണം, ദൈവത്തെ അനുഭവിക്കണം. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ: ദൈവത്തെ അറിയുക, ദൈവത്തെ അനുഭവിക്കുക. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 216 പാട്ട് പാടാം. നിന്റെ സ്നേഹമാം ശബ്ദം കേട്ടു ഞാൻ. 216 പാട്ട്.
നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വാനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അവിടുന്ന് നിത്യ ദൈവമായി ഇന്നും വാണരുളുന്ന കർത്താവാകിയാൽ സ്തോത്രം. അവിടുത്തെ അറിവിനും അവിടുന്ന് ഞങ്ങളെ കരുതുന്ന നിറവിനും അവസാനമില്ല. നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. എപ്പോഴും ഏക സത്യദൈവമായ അങ്ങയെ അറിയുവാനും അവിടുത്തെ മഹത്വം കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനും ഉപരിയായിട്ട് അങ്ങയെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. അവരുടെ ബലം നശിച്ചു പോകുന്നില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്നുള്ള വചനപ്രകാരം കർത്താവേ, ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കാനും അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ആത്മീക നന്മകൾക്കായും സ്തോത്രം. ഞങ്ങളെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നു, പൂർണ്ണമായി അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് കാത്തുകൊള്ളണമേ. ലോക്ക്ഡൗണിൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും സുരക്ഷിതരായിട്ടും ആരോഗ്യത്തോടുമായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് മുന്നിലുള്ള ഒരാഴ്ചക്കാലം അനുഗ്രഹത്തിൻ്റെതാക്കണമേ, സൗഖ്യത്തിൻ്റെതാക്കണമേ. ഞങ്ങൾ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് അനുദിനം നിൻ്റെ കൃപയിൽ ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയിൽ ആരാധനയ്ക്ക് ചേരുവോളം അവിടുത്തെ സാമീപ്യം മറവിടമായി കൂടെ ഇരിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക നാഥൻ്റെ കൃപയും കാവലും സൗഖ്യവും അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും തലമുറകളോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.